പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. എന്ന് തന്നെയുമല്ല, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ സന്ദർഭങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. ഏതാണ്ട് 133 പ്രാവശ്യം മൂസ എന്ന പേര് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്ന ഫിർഔന്റെ പേര് ഏതാണ്ട് 69 സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് താങ്ങും തണലുമായി അള്ളാഹു നിയോഗിച്ചയച്ച ഹാറൂൻ നബിയുടെ പേര് 20 പ്രാവശ്യവും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ മുതൽ അങ്ങ് താഴോട്ട് നാം നോക്കിയാൽ മൂസാ നബിയുടെയും ഫിർഔന്റെയും ചരിത്രം പറയാത്ത അധ്യായങ്ങളോ ആയത്തുകളോ കുറവാണ്. ഇപ്പോൾ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഖസസ്, അതിൽ ഏതാണ്ട് ആദ്യത്തെ ഒരു 46ഓളം വചനങ്ങൾ മൂസാ നബിയുടെ ചരിത്രം തന്നെ പറയുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട 3 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സൂറത്തു ശുഅറ ആകട്ടെ ഒരുപാട് വചനങ്ങൾ നിരനിരയായി മൂസാ നബിയുടെ ചരിത്രം തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ ശ്രദ്ധേയനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ ഇത്രമാത്രം എടുത്തു പറഞ്ഞ ചരിത്രവും ഓർമ്മപ്പെടുത്തിയതുമായ പ്രവാചകൻ എന്ന നിലയിൽ വരുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നാം ഗ്രഹിച്ചിരിക്കുന്നത് നന്നായിരിക്കും, ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്ക് പ്രധാനമായും 3 ഉത്തരവാദിത്വങ്ങൾ, 3 മിഷനുകളായിരുന്നു ഉണ്ടായിരുന്നത് പ്രവാചകന്മാർക്ക്. പ്രധാനമായും 2 മിഷനുകൾ. ഒന്ന് ദഅവത്ത്, രണ്ടാമത്തത് ഇസ്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, സമൂഹത്തെ സമുദ്ധരിക്കുക, നന്മ നന്നാക്കിയെടുക്കുക, ഇതാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് 3 മിഷനുകളായിരുന്നു അള്ളാഹു നൽകിയത്. ദഅവത്തും ഇസ്ലാഹും എല്ലാ പ്രവാചകന്മാർക്കും നൽകിയതുപോലെ തന്നെ മൂന്നാമത് നൽകിയത് ബനു ഇസ്രായേൽ സമുദായത്തിന്റെ മോചനമായിരുന്നു. ധിക്കാരിയായ ഫറോവയിൽ നിന്നുള്ള ആ ഉത്തരവാദിത്വം കൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയിരുന്നതായി ഖുർആൻ പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുന്ന വാക്ക്, ഇന്നാ റസൂലാ റബ്ബിക് ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ. ഇതുപോലെ മറ്റൊരു പ്രവാചകനും ചെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നാ റസൂലാ റബ്ബിക്, നിന്റെ റബ്ബിന്റെ 2 ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് എന്റെ ഒപ്പം ഇസ്രായേൽ സന്തതികളെ വിട്ടുതരികയും വേണം. കുറെ കാലങ്ങളായി അവരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ. ആ ഇസ്രായേൽ സന്തതികളെ എന്റെ ഒപ്പം നീ വിട്ടുതരികയും വേണം. ഇത് പറഞ്ഞപ്പോഴാണ് ഫിർഔൻ ക്ഷുഭിതനായത്. ആരാണ് റബ്ബെന്ന് ചോദിക്കുന്നത്, അതിന് കൃത്യമായി മറുപടി പറയുന്നത്. ആ മറുപടിയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടും ആ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അവസാനം മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾക്കും എതിരിൽ തിരിയുന്നതുമായ ചരിത്രമൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മിൽ പലരും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ സദസ്സിലിരിക്കുക. ചിലരൊക്കെ കഴിഞ്ഞ ദിവസം അനുഷ്ഠിച്ചിട്ടും ഉണ്ടാകും. ഏതായിരുന്നാലും ശരി, നാം അനുഷ്ഠിച്ച നോമ്പ് എന്തൊരു പ്രതിഫലമാണോ അതിന് നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളത്, ആ ഓഫർ പൂർണ്ണമായ അർത്ഥത്തിൽ ലഭിക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ആ ഒരു നോമ്പ് വന്നത് എന്ന് ചെറിയ സൂചന കഴിഞ്ഞ ആഴ്ച ഞാൻ നൽകി. ഹിജ്റയെ കുറിച്ചും മുഹറമിനെ കുറിച്ചും ഒക്കെ പരാമർശിച്ച കൂട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ജൂതന്മാരോടുള്ള ഒരു ചോദ്യവും
ആ ജൂതന്മാർ നബിക്ക് നൽകിയ മറുപടിയുമാണ് സത്യത്തിൽ ഈ നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നത്. ആ മറുപടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് നൽകിയ മറുപടിയിലും കൃത്യമായി പറയുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് മുഹറം 10 എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠത. ചരിത്രത്തിലൊക്കെ ഒരുപാട് സ്വേച്ഛാധിപതികളുടെയും ധിക്കാരികളുടെയും അധർമ്മകാരികളുടെയും അസത്യവാദികളുടെയും അനീതിക്ക് ചൂട്ടുപിടിച്ചവരുടെയും ഒക്കെ വീഴ്ചയുടെ തകർച്ചയുടെ ദിവസമായിട്ട് മുഹറം 10 വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ഈ നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിച്ചതാണ്, അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും ആദരിച്ചിരുന്ന ഒരു ദിവസമാണ് മുഹറം 10. ഖുറൈശികൾ ആദരിച്ചിരുന്നു, ഖുറൈശികൾ നോമ്പ് പിടിച്ചിരുന്നു. ജൂതന്മാർ ആദരിച്ചിരുന്നു, ജൂതന്മാർ നോമ്പ് പിടിച്ചിരുന്നു. നസാറാക്കൾ ആദരിച്ചിരുന്നു, അവരും നോമ്പ് പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ മുഹറം 10 നോമ്പ് നിർബന്ധമായി അനുഷ്ഠിച്ചിരുന്നു. ഹിജ്റ 2-ാം വർഷം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോഴാണ് ഇത് ഐച്ഛിക നോമ്പായി മാറിയത്. ഐച്ഛിക നോമ്പ് എന്ന് നാം പറയുന്നുണ്ട് എങ്കിലും ഒരു ഫർദ് നോമ്പിന്റെ പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പാണ് മുഹറം 10 ആശൂറാ ദിവസത്തെ നോമ്പ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അത്ര ശ്രേഷ്ഠതയുണ്ട് എന്നർത്ഥം. അപ്പൊ അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഹിജ്റ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ഒരു വിഭാഗം ജൂതന്മാരായിരുന്നു, പിന്നെ ക്രിസ്ത്യാനികളും. അവിടെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നില്ല, അവര് മക്കയിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ജൂതന്മാര് ആശൂറാ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പൊ റസൂല് ചോദിച്ചു, മാഹാദൽ യൗമുല്ലദീ തസൂം, ഇതാണ് ആ ചോദ്യം, ഈ ദിവസം എന്താണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ കാരണം? അവരുടെ മറുപടി ഹാദാ യൗമുൻ അദീം, അതാണ് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത. ഹാദാ യൗമുൻ അദീം, ജൂതന്മാര് പറഞ്ഞ വാക്കാണ്. ഹാദാ യൗമുൻ അദീം, ഇതൊരു അതിമഹത്തായ ദിവസമാണ്. അദീം എന്ന് വെച്ചാൽ അതിമഹത്തായ ദിവസം, അതിമഹത്തായ ഒരു ദിവസമാണ്. എന്നിട്ട് പറഞ്ഞു, എന്താണ് ആ മഹത്വം? അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെയും അദ്ദേഹത്തിന്റെ ജനതയെയും രക്ഷപ്പെടുത്തിയ ദിവസം. വഗറഖ ഫീഹി ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും ഫിർഔന്റെ ആൾക്കാരെയും അല്ലാഹു മുക്കിക്കൊന്ന ദിവസം. ഫസാമഹു മൂസ ശുക്രൻ, അതിന് നന്ദിയായിട്ട് മൂസ നോമ്പ് അനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമുഹു, ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നു. ഇതാണ് ചോദ്യവും മറുപടിയും. ഇത് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ഫനഹ്നു അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏതൊരു അർത്ഥത്തിലും ഏറ്റവും അവകാശപ്പെട്ടവരും അടുത്തവരും ഞങ്ങളാണ് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഇതിൽ പരാമർശിച്ച ഒരൊറ്റ വാചകമാണ് അല്പസമയം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ജനതയെയും ഫിറഔനെയും ഫിറഔന്റെ ജനതയെയും മുക്കിക്കൊന്നു എന്ന് പറഞ്ഞ ആ സന്തോഷത്തിന്റെ ദിവസമായിട്ട്, അതിന് നന്ദിയായിട്ടാണല്ലോ ആശുറായിന്റെ നോമ്പ് മൂസാ നബി അനുഷ്ഠിച്ചത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുകയും അത് അനുഷ്ഠിക്കാൻ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തത്. ഫിറഔൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി എന്ന് മാത്രമല്ല, ഞാൻ റബ്ബാണെന്നും ഇലാഹാണെന്നും ഒരേപോലെ വാദിച്ച ആളാണ് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ദൈവമാണെന്ന് വാദിക്കുന്ന ആളുകൾ ഒരുപാട് മനുഷ്യർക്കിടയിൽ ഉണ്ടാകാം. പക്ഷെ ഇത് ഇലാഹ് ഞാനാണ് എന്ന് പറഞ്ഞ, ആധികാരികമായി പറഞ്ഞ, നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഫിറഔൻ. മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ഫിറഔൻ. റംസീസ് 2-ാമൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഏതോ ആകട്ടെ, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞു, അതാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ് എന്ന് ഞാൻ എന്ന് പറഞ്ഞത്. ആ റബ്ബാണെന്ന് പറഞ്ഞവനോടാണ് മൂസാ നബി പറഞ്ഞത്, ഇന്നാ റസൂലാ റബ്ബിക, നീ റബ്ബല്ല, നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ. എത്ര മുനകളുള്ള ഒരു വാക്കാണെന്ന് ആലോചിച്ചു. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഇലാഹാണെന്ന് പറഞ്ഞു ഫിറഔൻ ജനങ്ങളോട് പറയുകയാണ്, യാ അയ്യുഹൽ മലഉ
മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഫിറഔൻ പറഞ്ഞതാണ്. എന്നിട്ട് ഹാമാനോട് പറഞ്ഞു, ഹാമാൻ അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ ആയിരുന്നു, ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ കൂടിയായിരുന്നു ഹാമാൻ എന്ന് പറയുന്നു. ആ ഹാമാനോട് പറഞ്ഞു, നീ കുറെ ഇഷ്ടികകൾ ചുട്ടുണ്ടാക്കിയിട്ട് വലിയ ഒരു മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു സ്തൂപം, ഒരു ഗേഹം ഉണ്ടാക്കുക. എന്തിനാന്നറിയോ? ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, ഞാൻ അതിലൂടെ പോയിട്ട് ഈ മൂസ പറയുന്ന ഇലാഹിനെ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. എത്ര ധിക്കാരത്തിന്റെ വാക്കാണ് നിങ്ങൾ ആലോചിച്ചു. തന്നെയല്ല, മൂസ കള്ളനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തന്നെയുമല്ല, മൂസാ നബിയോട് നേരിട്ട് പറയുന്നുണ്ട്, നീ ബനു ഇസ്രായേൽ സന്തതികളെ അടിമകളാക്കി വെച്ച് അവരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ, ഇനി അത് നടക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അങ്ങേയറ്റം ഭത്സിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചാൽ, നോക്കുങ്ങള്, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചാൽ പിടിച്ച് ഞാൻ ജയിലിലിടൂന്നാ പറഞ്ഞത്. ഞാൻ ഇലാഹാണ്. ഇലാഹെന്ന് മാത്രമല്ല, ആ നാട് മുഴുവനും എന്റെ കീഴിലാണെന്ന് കൃത്യമായി പറഞ്ഞ വാക്കുകളാണ്. അലൈസലിയും മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ. അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ ഈജിപ്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളെല്ലാം ഒഴുകുന്നത് എന്റെ താഴ്ഭാഗത്തുകൂടല്ലേ എന്ന് ചോദിച്ചവനാണ്. ഇതിലും വലിയ അഹങ്കാരം ഇനി ഒന്നും പറയാനില്ല, ധിക്കാരം പറയാനില്ല, ദൈവവാദം പറയാനില്ല, സ്വേച്ഛാധിപത്യം കാണിക്കാനില്ല, ചെയ്യാനില്ല. ഈ രൂപത്തിൽ പറഞ്ഞ ആ ഫിർഔനെ ഏതവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഞാൻ നസസിൽ നിന്ന് ഓതിവെച്ച വചനം. എന്താണ് അള്ളാഹു അതിലൂടെ ലക്ഷ്യം വെച്ചത്? ഈ അള്ളാഹു ലക്ഷ്യം വെച്ച അന്ന് ആ ചെയ്ത കാര്യം ഇന്ന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതാണ് നമ്മളുടെ പരിശോധന. ആ വചനത്തിന്റെ സാരം, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, അവിടുത്തെ ആൾക്കാരെ മുഴുവനും അവൻ ഛിന്ന ഭിന്നമാക്കി, വിവിധ കക്ഷികളാക്കി, വംശീയമായി വിഭജിച്ചു. വംശീയമായ വിഭജനം, ആ വാക്ക് ഞാൻ അടിവരയിടുന്നു നിങ്ങളുടെ മുമ്പിൽ. വംശീയമായ വിഭജനം. എന്നിട്ട് എന്ത് ചെയ്തു? യസ്തളിഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും, അവരെ ദുർബലരായി ഒരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ മുഫ്സിദീങ്ങളിൽ പെട്ടവനാണ് എന്ന് ഖുർആൻ പറഞ്ഞു. തന്നെയുമല്ല, അവൻ മുഫ്സിദാണെങ്കിൽ അള്ളാഹു എന്തുദ്ദേശിക്കുന്നു? വനുരീദു, നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നമുന്ന അലല്ലദീന സ്തുളിഫു ഫിൽ അർളി, ഭൂമിയിൽ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടവരായി ഗണിക്കപ്പെടുന്നവരെ ഭൂമിയിൽ ഔന്നത്യത്തിൽ കൊണ്ടുവരുവാൻ, അവർക്ക് അനുഗ്രഹം ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനജഅലഹും അഇമ്മ, അവരെ നേതാക്കന്മാരാക്കാനും, വനജഅലഹുൽ വാരിദീൻ, അവരെ ഈ നാടിന്റെ ഈ ഭൂമിയുടെ അനന്തരാവകാശികളാക്കുവാനും ഉടമകളാക്കുവാനും ആണ് നാം ഉദ്ദേശിക്കുന്നത്. വനുമക്കിന ലഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് സർവ്വ സ്വാധീനവും നൽകാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, ഫിർഔനും ഹാമാനും അവരുടെ സൈന്യത്തിനും അവരെന്താണോ ഭയപ്പെടുന്നത് അതവർക്ക് കാണിച്ചു കൊടുക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അത് നടക്കുക തന്നെ ചെയ്തു. ഈ പറഞ്ഞതെല്ലാം നടന്നു മൂസാ നബിയിലൂടെ ഇതെല്ലാം നടന്നു. അവിടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനമുണ്ടായി. അവർ ആ നാട്ടിലെ ഭരണാധികാരികളായി മാറി. അവർ ഭയപ്പെട്ടതെന്തോ മൂസയിലൂടെ അത് സംഭവിച്ചു, അവർക്ക് നാശമുണ്ടായി. ഖുർആൻ പറഞ്ഞ ഓരോ കാര്യവും അച്ചിട്ട കണക്ക് കഴിഞ്ഞു എന്ന് നടന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ഇപ്പൊ ഏതോ ആകട്ടെ, ഇവിടൊക്കെ നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ. അതിൽ ഒന്ന്, അള്ളാഹുവിലുള്ള ഈമാനും തവക്കുലും. നമ്മുടെ മുമ്പിൽ എല്ലാ വഴികളും കൊട്ടിയടക്കപ്പെട്ടാലും ശരി, ഭൗതികമായി നാം കാണുന്ന, നാം മനസ്സിലാക്കുന്ന, നമുക്ക് രക്ഷ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന മുഴുവൻ കവാടങ്ങളും
നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാലും ശരി, നാം അറിയാത്ത നിലയിൽ, നനയ്ക്കാത്ത നിലയിൽ, നനച്ചിരിക്കാത്ത നിലയിൽ ഒരു കവാടം അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരാതിരിക്കില്ല എന്നുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം, അതാണ് ഇതിനൊക്കെ ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കൃത്യമായി 2 രംഗങ്ങളിൽ നമുക്ക് കാണാം. അതിലൊന്ന് ഇതാണ്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ അനുയായികളെയും കൊണ്ട് രാത്രി പുറപ്പെട്ടുകൊള്ളുവാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം, ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി സമയത്ത് തന്റെ അനുചരന്മാരെയും കൊണ്ട് പുറപ്പെടുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നക്കും മുത്തബഊൻ, നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ ശത്രുക്കളും വരും കേട്ടോ എന്ന് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് നീങ്ങി ചെങ്കടലിന്റെ തീരത്തെത്തി. പിന്നിലേക്ക് നോക്കുമ്പോൾ ഫിറഔനും സൈന്യവും ആർത്തിരമ്പി വരുന്നു. മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ, പിന്നിൽ ആർത്തിരമ്പുന്ന സൈന്യം. ഇത് രണ്ടിന്റെയും ഇടയിൽപ്പെട്ട മൂസാ നബിയുടെ ജനത പറഞ്ഞു, ഇന്നാല മുദ്റക്കുവൻ, നമ്മളെ പിടികൂടിയത് തന്നെ, ഒരു രക്ഷയുമില്ല, അങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങോട്ട് പോകാനും വയ്യ, പിടികൂടിയത് തന്നെ, നമ്മൾ പെട്ടുപോയിരിക്കുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സർവ്വ വഴികളും തന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു, തന്റെ ജനതയുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു എന്ന് കൃത്യമായി ബോധ്യം വന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉള്ളിലുള്ള ഈമാനും അള്ളാഹുവിനുള്ള തവക്കുലും അള്ളാഹുവിനുള്ള സൂക്ഷ്മതയും കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കല്ലാ, പെടില്ല, പെട്ടിട്ടില്ല, പെടുകയുമില്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ ഒപ്പമുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ആ വഴി എന്താണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് അത് പറയുമ്പോൾ ഇന്ന വഴിയായിരിക്കുമെന്നൊന്നും അറിയില്ല. റബ്ബ് കൈവിടില്ല എന്നുള്ളൊരു തോന്നൽ, ഈ തോന്നലാണ് വിശ്വാസ സമൂഹമേ എന്നെയും നിങ്ങളെയും പ്രതിസന്ധികളുടെ മുമ്പിൽ നയിക്കേണ്ടത്. അള്ളാഹു കൈവിടില്ല. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാവൂല. അത് അള്ളാഹു തന്നെ വിചാരിക്കണം. ഈ ഒരു ബോധം, ഇതാണ് ഈമാൻ, ഇതാണ് തവക്കുൽ. ഇതുണ്ടോ എവിടെയും രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് വേണ്ടത് നമുക്ക്. ഇതിന്റെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തട്ടെ. അപ്പം കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഉടനെ അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നു. എന്താണത്? ഫൗഹൈനാ ഇലാ മൂസാ നദ്രിബ് ബിഅസാകൽ ബഹർ. അതാണ് റബ്ബിന്റെ വഴി. മുന്നിൽ ഇരമ്പിപ്പായുന്ന കടലിന്റെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം, ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് അറിയില്ല. പിന്നിൽ വന്നിരിക്കുന്ന രോഷാകുലനായി ദേഷ്യം പിടിച്ച് കിട്ടിയ ചവച്ചരച്ച് തിന്നാവുന്ന കോപത്തോടുകൂടി പിന്നിൽ വന്നു നിൽക്കുന്ന ശത്രു സൈന്യം, എന്താ സംഭവിക്കുക എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ചു നോക്ക്. ആ നിൽക്കുന്നവരുടെ മനോഗതം എന്തായിരിക്കും? അപ്പോഴാണ് ആ പ്രയോഗം വന്നത്. അതിന് വഴി അള്ളാഹു കാണിച്ചു കൊടുത്തു. നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ സമുദ്രത്തിൽ നീ അടിക്കുക. അടിച്ചു. ഫൻഫലക, ആ സമുദ്രം പിളർന്നു. തന്നെയുമല്ല, പിളരുക എന്ന് മാത്രമല്ല, ഖുർആന്റെ ശൈലി നോക്കു നിങ്ങൾ. അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന 2 വലിയ പർവ്വതങ്ങളായി 2 സൈഡിലേക്ക് സമുദ്രം മാറി. നടുക്ക് ഖുർആൻ തന്നെ പറഞ്ഞു, തരീഖുൻ യാബിസ്ന, ഉണങ്ങിയ വഴി ഉണ്ടായിരുന്ന, ചളി പോലും ഇല്ലാത്ത ഉണങ്ങിയ വഴി കിട്ടി. ആ വഴി കണ്ടപ്പോൾ മൂസാ നബി ഇറങ്ങി, അനുയായികളും ഇറങ്ങി. അവരെല്ലാവരും രക്ഷപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നിലൂടെ വന്ന ആ ഫിറഔനും കൂട്ടരും അവരും ഇറങ്ങി അതിലേക്ക്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾക്കും 2 സൈഡിലും വഴി ഒരുക്കി, സുരക്ഷ ഒരുക്കി നിന്നിരുന്ന അതേ ആ വെള്ളം സംഭവിച്ചതെന്താ? ഇവരിറങ്ങലും എല്ലാറ്റിനെയും കൂടി അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു രംഗം നമ്മൾ കാണുന്നത്. അതിനെ ഓർമ്മിപ്പിച്ച്, അതിനെ അനുസ്മരിച്ചുകൊണ്ടും അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം 10 നോമ്പനുഷ്ഠിക്കുകയും അത് പിന്തുടർന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിക്കുകയും നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്തു. ഒരു ചെറിയ കാര്യമായിട്ട് ഇതിനെ നാം ഗണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ലോകം, ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങളോട് ഏറ്റവും അടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടവും ഈ ചരിത്രവുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ ഇസ്രായേലിയരുടെ മോചനം മൂന്നാമതൊരു ഒരു ഒരു ദൗത്യമായി അല്ലാഹു ഏൽപ്പിച്ചതാണ്. ആ മൂന്നാമത്തെ ദൗത്യത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് എന്താണ്? സ്വന്തം സമുദായത്തിന്റെ അന്തസ്സാർന്ന നിലനിൽപ്പ്, അവരുടെ അവകാശ സംരക്ഷണം, അതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ മോചിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്തത് എന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ആ ഫിർഔൻ ചെയ്തതെന്താ? ആ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വംശീയമായ വിഭജനം നടത്തി. എപ്പോഴും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കെതിരെ ഫിർഔൻ തന്റെ അനുയായികളെ ഒപ്പം നിർത്താൻ വേണ്ടി എപ്പോഴും പറഞ്ഞത്, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വന്നവനാണിവൻ, അവന്റെ ഒപ്പം കൂടിയവരാണിവർ എന്നുള്ള ശൈലിയായിരുന്നു ഫിർഔൻ എപ്പോഴും ആ കെബിത്തി വംശത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, മൂസാ നബിയുടെ പ്രതിയോഗികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു തരം എപ്പോഴും ഇങ്ങനെ അതിങ്ങനെ നിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ വംശീയമായ ചിന്ത അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് നോക്കിയാൽ ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? വംശീയമായ ഈ കാഴ്ചപ്പാട് ലോകത്തിൽ നമുക്ക് ദർശിക്കാം. യുദ്ധങ്ങളുടെ പിന്നിൽ പരിശോധിച്ചാൽ, കെടുതികളുടെ പിന്നിൽ പരിശോധിച്ചാൽ, മുസ്ലിമീങ്ങളെ ഇരയാക്കി നിർത്തിക്കൊണ്ട് വേട്ടയാടുന്ന രംഗങ്ങളിൽ പരിശോധിച്ചാൽ ഇത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ നോക്ക്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടില് കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ ഉത്തരേന്ത്യയിൽ 23 മുസ്ലിം സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ട വാർത്ത വായിച്ചവരാണ് നമ്മൾ. മറന്നുപോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വായിച്ചപ്പോൾ അത്ര ഗൗരവമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഈ പറയുന്നത്. ഒരു മുസ്ലിം പേരുണ്ടോ അവന് ജീവിക്കാൻ അർഹതയില്ലാത്ത അവസ്ഥ, അവൻ വേട്ടയാടപ്പെടുന്ന സ്ഥിതിവിശേഷം, കൊന്നൊടുക്കലുകൾ, വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും തകർത്ത് തരിപ്പണമാക്കൽ, ആരാധനാലയങ്ങൾ തകർക്കൽ, ഇങ്ങനെയുള്ള വിവേചനങ്ങൾ. അതിനു പുറമെ നിയമങ്ങളുടെ വിവിധ നിയമങ്ങൾ, പൗരത്വ നിയമം വരുന്നു, വഖഫ് നിയമം വരുന്നു, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ വരുന്നു, സാമ്പത്തികമായി തകർക്കൽ ഉണ്ടാകുന്നു, FCRA വരുന്നു, SIR വന്നു, ഏക സിവിൽ കോഡ് വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒന്നിനു പുറമെ ഒന്നായിട്ടൊന്ന് നോക്ക്. കേവലം രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ വിലയിരുത്തേണ്ടത്. ആ കാലവും ഫറോവയുടെ ആ കാലവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനങ്ങളെ മോചിപ്പിച്ച ആ സ്ഥിതിവിശേഷവും ഇതുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. തന്നെയുമല്ല, കഴിഞ്ഞ കാലം അന്ന് ജീവിച്ചു പോന്നിരുന്ന ഇസ്രായേൽ സന്തതികൾ ഉണ്ടായിരുന്നത് പോലെ മുസ്ലിമീങ്ങളിൽ ജീർണതകളും അന്ധവിശ്വാസങ്ങളും എമ്പാടുമുണ്ട് എന്നുള്ളതും അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം പോലെ തോന്നുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം, ഒരു ധിക്കാരിക്കും ഒരു സ്വേച്ഛാധിപതിക്കും അവസാനം വരെ ഇതും കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ മൂസാ നബിയുടെ കാലവും നമ്മുടെ ഇവിടുത്തെ സാഹചര്യവും ഇന്ന് ലോകത്തെ സാഹചര്യവും വെച്ച് നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതെന്താണ്? മൂസാ നബിയുടെ കാലത്തില്ലാത്ത ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നു ഈ നാട്ടിൽ എന്നുള്ളതാണ് സമാധാനത്തിന് വക നൽകുന്ന ഒരു കാര്യം. അതും കൂടി തച്ച് തകർത്ത് ഇല്ലാതാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഇതുമായി ഒരു ബന്ധപ്പെടുത്തി ഈ മുഹറം 10 ഒന്ന് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മുഹറം 10 വരുന്നു, ചരിത്രം കേൾക്കുന്നു, മൂസാ നബിയുടെ ചരിത്രം കേൾക്കുന്നു, ഫറോവയെ മുക്കിക്കൊന്നത് കേൾക്കുന്നു. ഇത് കേട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ എന്താണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം, നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രം ഉൾക്കൊണ്ടവരായി നമ്മൾ മാറുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അപ്പൊ ഫറോവരിസവും അതുപോലെ തന്നെ ഹാമാനിസവും കാറൂനിസവും ഒക്കെ ഇന്ന് ലോകത്തുണ്ട്. ഇതിനെ നേരിടാൻ മൂസമാരാകാൻ നമ്മൾ തയ്യാറുണ്ടോ? മൂസമാരാകാൻ നമുക്കാകുമോ? ആ ഈമാനും തഖ്വയും തവക്കുലും നമുക്കുണ്ടാകുമോ? യഥാർത്ഥ വിശ്വാസം നമ്മളിലുണ്ടാകുമോ? അന്ധവിശ്വാസങ്ങളുടെ ബലിയാടുകളായി മാറുകയാണോ നാം എന്നൊക്കെ ചിന്തിക്കാൻ കൂടി ഈ സന്ദർഭം നാം വിനിയോഗിക്കണം. അതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ തന്റെ മുമ്പിൽ ഒരു വാതിൽ കൊട്ടിയടച്ച ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ഇതിനു മുമ്പ് നടന്ന സംഭവമാണ്. ടിബിത്തിയെ കൊന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയിടിക്ക്. അത് കൊട്ടാരത്തിൽ വിവരമറിഞ്ഞു, പിടികൂടുമെന്നുള്ള അവസ്ഥ വന്നു, നാട് വിട്ടുപോയത് മദിയനിലേക്കാണ്. മദിയനിലേക്ക് എത്തുമ്പോൾ, ഒരു സ്ഥലത്തെത്തുമ്പോൾ കുറെ ആടുകൾ, അങ്ങ് ദൂരെ മാറി രണ്ട് പെൺകുട്ടികളും കുറെ ആടുകളും.
ഇത് കണ്ടപ്പോൾ ആ സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ദൂരെ മാറി നിൽക്കുന്നത്? ആ സ്ത്രീകൾ പറഞ്ഞു, ആ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, അവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കാൻ ആരുമില്ല, ഒരു വൃദ്ധനായ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യുവാവായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ആടുകളെ വെള്ളം കൊടുത്ത് പറഞ്ഞയച്ചു. ആടുകൾക്ക് വെള്ളം കൊടുത്തു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. എങ്ങോട്ട് പോകണം? ആരാണ് എന്നെ സഹായിക്കാൻ? ഒരു നിപ്പുണ്ട്. ആ നിപ്പില് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ റബ്ബേ, ഏതൊരു നന്മ എനിക്ക് ഇറക്കി തന്നാലും ആ നന്മയ്ക്ക് ആവശ്യമുള്ളവരാണ് ഞാൻ എന്ന് ഒരു തണലത്തേക്ക് മാറി നിന്നുകൊണ്ട് വിതുമ്പുന്ന ഹൃദയത്തോടെ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എങ്ങോട്ട് പോകണം എന്നറിയില്ല, എവിടെ ചെല്ലണമെന്നറിയില്ല, ആരുണ്ട് സഹായിക്കാൻ എന്നറിയില്ല, മുമ്പിൽ എന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന മൂസാ നബിയുടെ ആ പ്രാർത്ഥന, റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന പ്രാർത്ഥന കഴിഞ്ഞ നിമിഷങ്ങൾക്കകം ഓടി വരുന്നു ആ രണ്ട് പെൺകുട്ടികൾ. ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എവിടെ നിന്ന് കിട്ടിയ ആ സഹായം? അള്ളാഹു ആരെയും കൈവിടില്ല, അള്ളാഹു ആരെയും കൈവിടില്ല. അങ്ങനെ വിചാരിക്കേണ്ട നമ്മൾ. ഒരിക്കലും അവൻ കൈവിടില്ല. അവനേ ഉള്ളൂ അവസാന ആശ്രയം, അവൻ മാത്രമേ ഉള്ളൂ ആശ്രയം. അതിൽ മാത്രമാണ് നമ്മുടെ വിജയവും. അതാണ് ഇതൊക്കെ പറഞ്ഞിരുന്ന ആ പെൺകുട്ടി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വിവരമൊക്കെ അന്വേഷിച്ചു, സംഭവങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. 8 കൊല്ലക്കാലം ആ ആടുകളെ മേയ്ക്കുക എന്ന മഹർ നിശ്ചയിച്ചു. 10 കൊല്ലമായാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം ആ നിശ്ചയിച്ച ആ ഓഫർ ചെയ്ത ദിവസം, വാഗ്ദാന ദിവസം അല്ലെങ്കിൽ മഹർ നിശ്ചയിച്ച വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ കുടുംബത്തെയും കൂട്ടി പോവുകയാണ് തന്റെ നാട്ടിലേക്ക്. ആ പോണ പോക്കിലാണ് റിസാലത്ത് ലഭിക്കുന്നത്, വഹി ലഭിക്കുന്നത്. ആ വഹിയുമായിട്ടാണ് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്, ഫിറഔനെ ചോദ്യം ചെയ്യുന്നത്, അവസാനം ഫിറഔൻ നശിക്കുന്നത്. ഇതൊക്കെ വലിയ ചരിത്രമാണ് പ്രിയമുള്ളവരെ, വെറുതെ കേൾക്കാനുള്ള ചരിത്രമല്ല, പാഠം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ചരിത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. മുഹറം മാസം അതിന്റെ ശ്രേഷ്ഠത, മുഹറം 10 അതിന്റെ ശ്രേഷ്ഠത, ആ മുഹറം 10 നൽകുന്ന സന്ദേശം അതെന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകണം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മുഹറം മാസത്തിന്റെ, മുഹറം 10ന്റെ മുഴുവൻ സവിശേഷതയും ആവാഹിച്ചെടുത്ത് അതിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടി അള്ളാഹുവിൻ അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണോ അത് പാഠമാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നിൽ വന്നു നിൽക്കുന്ന പ്രതിസന്ധികളാകുന്ന കടലുകളെ ഈ പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിച്ചു തരുന്ന തഖ്വയുടെയും തവക്കുലിന്റെയും ഈമാനിന്റെയും ഇതുകൊണ്ട് അത് എല്ലാം തരണം ചെയ്ത് അതൊക്കെ കടന്ന് അതെല്ലാം 2 കഷ്ണങ്ങളാക്കി മാറ്റി ആ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ദാസ്യങ്ങളുമായി തീരുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്കും മനുഷ്യർക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി 1987 ഇതിന് തുടക്കം കുറിച്ചത്. ലഹരിയും ഇസ്ലാമുമായിട്ടുള്ള ബന്ധവും കാഴ്ചപ്പാടും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പം ലോകത്ത് 31 കോടി ആളുകൾ ലഹരിക്കടിമകളാണെന്ന് 2023 കണക്ക് വെച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അതിന്റെ 28% കൂടി കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ കണക്കാക്കി നോക്കുക, ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം ഓരോ മണിക്കൂറുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിപത്താണ്. സർവ്വ തിന്മകളുടെയും മാതാവാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഒറ്റ വാക്ക് അതാണ്, അൽ ഖംറു ഉമ്മുൽ ഖബാഇ. സർവ്വ തിന്മകളുടെയും മാതാവ്. അതിലെല്ലാം ഒതുങ്ങി, ഇനി ഒന്നും വിശദീകരിക്കാനില്ല.
അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു വിദ്യാർത്ഥി ആകട്ടെ, ചെറുപ്പക്കാരനാകട്ടെ, ആരാകട്ടെ, മുതിർന്നവരാകട്ടെ, ഇതിന്റെ ഓരത്തു കൂടി പോകാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഇതിലൂടെ ദിനം പ്രതി പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണക്കുകളും കോടികളുടെ കണക്കുകളും അതിൽ പേര് പരാമർശിക്കപ്പെടുന്നതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അത് അന്യ സ്റ്റേറ്റുകാരല്ലേ മറ്റവരല്ലേ എന്നൊക്കെ പറയുമ്പോൾ പോലും അന്യ സ്റ്റേറ്റിലും ആ പേര് കേൾക്കുമ്പോഴുള്ള വിഷമം വല്ലാത്ത ഒരു വിഷമമാണ്. അപ്പൊ അതിന് ഉമ്മത്താണ് അതിന് ഒരുങ്ങേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. ഇപ്പം നമ്മൾ എപ്പോഴും തിന്മയ്ക്ക് എതിരെയായിരിക്കണം, നന്മയോടൊപ്പമായിരിക്കണം. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറാണ് നമ്മളുടെ ബാധ്യത. ഏറ്റവും വലിയ മുൻകറാണ് ഈ ലഹരി എന്ന് പറയുന്ന സാധനം. ലഹരി എന്ന് പറയുമ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൽ അറിയപ്പെടുന്ന രാസലഹരികൾ ഉൾപ്പെടെ ഒരുപാടുണ്ട്. ഒന്നിന്റെയും പേരിലേക്ക് പോകുന്നില്ല. പേര് പറഞ്ഞിട്ട് ഇനി പേരറിഞ്ഞുകൂടാത്തവർ അതിന്റെ പേര് പഠിക്കാൻ നിൽക്കേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഒരുപാടുണ്ട്. മണപ്പിച്ചു നോക്കുന്നതുണ്ട്, നാക്കത്ത് വെക്കുന്നതുണ്ട്, അതുപോലെ തന്നെ കുടിക്കുന്നതുണ്ട്, രുചിച്ചു നോക്കുന്നതുണ്ട്. ഒക്കെ ചിലപ്പോൾ ഒരു സുഹൃത്തിന്റെ നിർബന്ധം മൂലമോ അല്ലെങ്കിൽ ഒരു ചെറുതല്ലേ അല്പമല്ലേ എന്നുള്ള നിലയിലൊക്കെ ആയിരിക്കും അതിനോടൊപ്പം ഒന്ന് ചേരാൻ നോക്കുക. അവസാനം തീരാ നഷ്ടത്തിലും തീരാ നാശത്തിലും ചെന്ന് പതിക്കുന്ന ഒരവസ്ഥ. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്, വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിൽ കൊണ്ടുപോയി തള്ളരുത് എന്ന്. അത് മാത്രം മതി ഖുർആന്റെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല, മദ്യമായിരുന്നാലും, മദ്യം അത് എന്താ പറയുക, ലഹരി കൂടിയതായിരുന്നാലും ശരി, ലഹരി കുറഞ്ഞതായിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, മദ്യം മദ്യമാണ്. അപ്പൊ എല്ലാറ്റിനോടും വിട പറയുക എന്നുള്ള ഒരു തീരുമാനമാണ് സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടത്. സമൂഹം അതിനു വേണ്ട ബോധവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളും ശക്തമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഗവൺമെന്റിന്റെ ഈ നീക്കം വളരെ ശ്ലാഘനീയമായ ഒരു നീക്കമാണ്. അതെവിടെയും നിന്നു പോകാതെ അതിന് അടിവേരറുക്കുന്നത് വരെ എത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്താൻ നമ്മളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും അതിന് നാം നൽകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ നൽകേണ്ടതുണ്ട്, സ്കൂളുകൾ നൽകേണ്ടതുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകേണ്ടതുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകൾ നൽകേണ്ടതുണ്ട്. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ നാം അതിനോടൊപ്പം നിൽക്കുക. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. മറ്റൊരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ നിർത്താനുള്ളത്, ഈ ജൂൺ 30 സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി തീരാൻ പോവുകയാണ്. നിങ്ങളിൽ ആരൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ, അത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജനസംഖ്യയുടെ കണക്ക് വരുമ്പോൾ നമ്മുടെ പേരുണ്ടാവില്ല. പേരുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ അതിന് വഴികാട്ടി കൊടുക്കരുത്. അത് ചെയ്യാത്തവർ വേഗം ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയി വന്ന മനുഷ്യന്മാരുടെ തലയിലെ മുടി ഇതുവരെ വളർന്നു തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും അടുത്ത ഹജ്ജ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അടുത്ത ഗവൺമെന്റ് മൂലം ഹജ്ജിൽ പോകുന്നവരുടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. ആ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തി അതിനുള്ള ശ്രമം നടത്തുക. മറ്റൊന്ന്, പകർച്ചവ്യാധികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും സൂചിപ്പിച്ചു. വേറൊന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒരു വലിയ ഭൂകമ്പം ഒരു നാട്ടിലുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് പേരെ കാണാതായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതങ്ങ് വെനസ്വേലയിലല്ലേ, തെക്കേ അമേരിക്കയിലല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും കഴിയുന്നതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അവരുടെ ഇഷ്ടത്തോടു കൂടി തൃപ്തി നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഞാൻ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബ്രോഡ്വേയിൽ ആനന്ദ് ഫാർമസി നടത്തിയിരുന്ന സണ്ണീക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞാലൂസിലെ വസീർ അലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെട്ടതിന് ശേഷം വളരെ കൃത്യമായി ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ പള്ളിയിൽ ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തിന് ഉണ്ടാകുമായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ചു പോയ ഒരു വ്യക്തിയാണ്.
വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിആത്തുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരന്റെ മാതാവിന്റെ മരണം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മാതാവിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. മറ്റൊരു വിദ്യാർത്ഥി വളരെ ഒരു വലിയ തീക്ഷ്ണമായ മേജർ ഓപ്പറേഷന് വിധേയനാകുന്നു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.